പ്രൈസ് ദി ലോർഡ്. ഏവർക്കും ക്രിസ്തുവേശുവിൽ ഒരിക്കൽ കൂടെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ അധികാരത്തെക്കുറിച്ചും ആ അധികാരം തൻ്റെ മക്കൾക്ക് ദൈവം കൈമാറുമ്പോൾ ഉപയോഗിക്കുന്ന അധികാരത്തെക്കുറിച്ചും നാം ദൈവവചനത്തിലൂടെ ചിന്തിക്കുകയാണല്ലോ. വീണ്ടും നാം ചിന്തിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അധികാരം എന്താണ് എന്നുള്ളതാണ്. ദി അതോറിറ്റി ഓഫ് ഗോഡ്സ് വേർഡ്. അഥവാ പലപ്പോഴും ശത്രു നമ്മെ നോക്കിക്കൊണ്ട് നിനക്കത് കഴിയത്തില്ല, നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ നമ്മെ നിരാശപ്പെടുത്തുവാനായിട്ട് നോക്കുമ്പോൾ നാം നമ്മിൽ തന്നെ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരായിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മോട് തന്നെ ഏതാനും ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുകയും ദൈവ വചനത്തിൽ അടിയുറച്ച് നിൽക്കേണ്ടതും ആവശ്യമാണ്. The word works. It works by faith and I have faith. What the word says about God is true. What the word says about me is true. What the word says I am in Christ I am. What the word says I can do through Christ I can do. അത് നമ്മോട് തന്നെ നമുക്ക് പറയുവാനായിട്ട് കഴിയണം. അഥവാ വചനം പ്രവർത്തിക്കുന്നു, അത് വിശ്വാസത്താൽ പ്രവർത്തിക്കുന്നു. എനിക്ക് വിശ്വാസമുണ്ട്, ദൈവത്തെക്കുറിച്ച് വചനം പറയുന്നത് സത്യമാണ്, എന്നെക്കുറിച്ച് വചനം പറയുന്നതും സത്യമാണ്. ഞാൻ ക്രിസ്തുവിൽ ആരാകുന്നു എന്ന് വചനം പറയുന്നുവോ അതാകുന്നു ഞാൻ. ക്രിസ്തുവിലൂടെ എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് വചനം പറയുന്നുവോ അതെനിക്ക് ചെയ്യുവാൻ കഴിയും എന്ന് അടിയുറച്ചുള്ളതാകുന്ന ഒരു വിശ്വാസം നമുക്ക് വചനത്തിൽ ഏറ്റെടുക്കുവാനായിട്ട് കഴിയേണ്ടത് ആവശ്യമാണ്. പരാജയപ്പെട്ടുവെന്നും നിഷ്ഫലമായെന്നും അപ്രതിരോധ്യമായ ശക്തിയോടുമാണ് നിങ്ങൾ പോരാടുന്നത് എന്നും നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ വചനം പറയുന്നു, വചനത്തിലുള്ള നിങ്ങളുടെ വിശ്വാസത്താലും ക്രിസ്തുവിലുള്ള നിസ്സീമമായ സാധ്യതകളുടെ വരമ്പത്തുമാണ് നിങ്ങൾ നിൽക്കുന്നതിനാലും നിങ്ങൾ ജേതാവും പിശാചിനെ തോൽപ്പിക്കുന്നവനും സകല സാഹചര്യങ്ങളുടെയും യജമാനനുമാണ് നിങ്ങളെന്ന് ഓർത്തിരിക്കേണ്ടതും ആവശ്യമാണ്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? വെളിപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവന് മെതിക്കുന്നു. ഇത് കർത്താവിന്റെ വരവിൽ അഥവാ പിന്നീട് നടക്കേണ്ടുന്നതായ കാഴ്ചയാണ്. അത് ആ നിറവേറലുകളാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അഥവാ ഇവിടെ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ അഥവാ ദൈവത്തിന്റെ വചനം പുറപ്പെടുന്നു. അത് ശത്രുവിനെ പ്രഹരമേൽപ്പിക്കുന്നതാണ്, അവനെ ന്യായം വിധിക്കുന്നതാണ്, അവനെ വെട്ടുവാനുള്ളതാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. യെശയ്യാ പ്രവചനം 11-ന്റെ 4-ാമത്തെ വാക്യത്തിലും ഇപ്രകാരം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ വായ് എന്ന വടി കൊണ്ട് അവൻ ഭൂമിയെ അടിക്കും, തന്റെ അധരങ്ങളുടെ ശ്വാസം കൊണ്ട് ദുഷ്ടനെ കൊല്ലും എന്നാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അഥവാ ദുഷ്ടന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധിയുടെ വചനം ദൈവം അയക്കുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി വിടുതലിന്റെയും ഉദ്ധാരണത്തിന്റെയും വചനം അയച്ചാണ് അവരെ വിടുവിക്കുന്നത്. ആ വചനത്തിൽ നാം ശക്തി ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്കറിയാം, എല്ലാം ഉണ്ടാകട്ടെ എന്നുള്ളതായ അധികാരത്തോടുകൂടെയുള്ള അവിടുത്തെ വചനത്തിന്റെ മുൻപിലാണല്ലോ സകലതും സൃഷ്ടിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത്. അതേ പ്രിയ ദൈവത്തിന്റെ മക്കളെ, പലപ്പോഴും ശത്രു നമ്മെ തളർത്തി കളയുവാൻ, നിരാശപ്പെടുത്തി കളയുവാൻ നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ ശക്തിയോടുകൂടി വിശ്വാസത്തോടെ ഉറച്ചു നിന്നുകൊണ്ട് അതെന്തു പ്രശ്നമാകട്ടെ, നിന്റെ രോഗത്തെ നോക്കിക്കൊണ്ട്, കടഭാരത്തെ നോക്കിക്കൊണ്ട്, മറ്റു ബന്ധനങ്ങളെയും കഷ്ടങ്ങളെയും നോക്കിക്കൊണ്ട് നീ നിരാശപ്പെടുവാനല്ല, ശത്രു പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ വചനം എടുത്ത് ഉപയോഗിച്ചുകൊണ്ട് അവിടെ എല്ലാം വിടുതലെടുക്കുവാൻ, കുടുംബത്തിൽ വിടുതലെടുക്കുവാൻ, തലമുറകളിൽ വിടുതലെടുക്കുവാൻ, ശുശ്രൂഷയിൽ വിടുതലെടുക്കുവാൻ നമുക്ക്
ഇടയായി തീരട്ടെ. അങ്ങനെ ദ അതോറിറ്റി ഓഫ് ഗോഡ്സ് വേർഡ് അഥവാ ദൈവത്തിന്റെ ആ വചനത്തിലുള്ള അധികാരം നമുക്ക് പ്രയോഗിച്ച് ശത്രുവിന്റെ മേൽ ജയമെടുക്കുവാൻ ഇടയായി തീരട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് പരമേൽപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി, മണ്ണിൽ പ്രജാപതി, മണ്ണിൽ പ്രജാപതി, രക്തം ചിന്തി യാഗമായി എനിക്കായി നീ ക്രൂശിതനായി. കാൽവരിയിൽ യാഗമായി, ആദിയിൽ വചനമുണ്ടായി, വചനം മാംസമായി. ഘോരമായ വേദനയാൽ യേശുവേ നീ പിടഞ്ഞുവല്ലോ, ക്രൂശിൽ കിടന്ന്